തിരികെ വീട്ടിലെത്തിയ മഹേഷിനോട് ഭാര്യ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. വെറുതെ എല്ലാം മൂളിക്കേട്ടു എന്നല്ലാതെ അയാൾ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. "എന്താ മഹേഷേട്ടാ ഒന്നും പറയാത്തത്? അവർക്കവളെ ഒന്ന് കാണാൻ അവസരമൊരുക്കണോ?" അതിന് അയാൾ രൂക്ഷമായി അവരെയൊന്ന് നോക്കി. "അങ്ങനെയല്ല. അവൾക്കെന്തെങ്കിലും മാറ്റം വന്നാലോ? നമ്മൾ എന്തെല്ലാം ചെയ്തു. അതുകൊണ്ട് ഒന്നും നടക്കാത്ത കാര്യം ഈയൊരു പരീക്ഷണം കൊണ്ട് നടന്നാലോ?" അയാൾ ഒന്നും മിണ്ടാതെ കയ്യിൽ തല താങ്ങിയിരുന്നു. നിറഞ്ഞ കണ്ണുകളെ അങ്ങനെ തന്നെ വിട്ടുകൊണ്ട് അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയായിരുന്നു അയാൾ. ഹോട്ടലിൽ കഴിയുമ്പോഴും വേദിന് ഓരോ നിമിഷവും ഓരോ യുഗങ്ങൾ പോലെയാണ് തോന്നിയത്. മനസ്സിൻ്റെ ഒരു കോണിൽ ചെറിയ പ്രതീക്ഷയുണ്ട് എങ്കിലും ബുദ്ധിയൊരിക്കലും അവളുടെ അച്ഛൻ തന്നെ അവളെ കാണാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. ജലപാനം പോലും ഇല്ലാതെ തളർന്നിരുന്നവനെ അജാസ് വളരെ നിർബന്ധിച്ചാണ് ആഹാരം കഴിപ്പിച്ചത്. "നീ എന്താടാ ഇങ്ങനെ? ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ടല്ലോ. ഒരു മാർഗം അടഞ്ഞാൽ അടുത്ത മാർഗം നമുക്ക് നോക്കാം. അതിനെ ഇങ്ങനെ തളർന്നിരുന്നാലോ?" "നീ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ? അവളുടെ അമ്മ പോലും നമ്മളെ സഹായിച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ അവളുടെ അച്ഛൻ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾക്ക് എന്നെ കാണാൻ ചിലപ്പോൾ താല്പര്യമുണ്ടാകില്ല." പറഞ്ഞുകൊണ്ട് അവൻ മുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്നു. അവൻ്റെ വേദന കാണും തോറും സുരഭിക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് സുരഭിയുടെ ഫോൺ ശബ്ദിച്ചത്. ഫോണിൽ സംസാരിക്കുന്നതിനൊപ്പം അവൾ വിടർന്ന കണ്ണുകളോടെ ഇരുവരെയും നോക്കി. കോൾ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൾ പുഞ്ചിരിച്ചപ്പോൾ ഇരുവരും അങ്ങോട്ടേക്ക് ചെന്നു. "മഹേഷ് അങ്കിളാണ് വിളിച്ചത്. നമ്മളെ നേരിട്ട് കാണണമെന്ന്." വാടിക്കരിഞ്ഞ സ്വപ്നങ്ങൾക്ക് മീതെ പുതുജീവൻ തളിർക്കുന്നത് വേദ് അറിയുന്നുണ്ടായിരുന്നു. അവൻ അജാസിനെ ഇറുക്കെ പുണർന്നു. "എന്നെ നെക്കി പൊട്ടിക്കല്ലേടാ. എനിക്ക് ഇനിയും ആവശ്യങ്ങളുള്ളതാ." അജാസ് സുരഭിയെ ഒന്ന് ഇടം കണ്ണാലെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ടതും അവൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരി അടക്കി പിടിച്ചു. ഗൗരവത്തോടെ മുന്നിൽ നിൽക്കുന്ന മഹേഷിനെ 3 പേരും ചേർന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ തുടങ്ങി. തെളിവുകളൊന്നും കാണാതെ തന്നെ വേദിൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും അവൻ പറയുന്നത് സത്യമാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. "അവളെ കാണാൻ ഞാൻ അവസരമുണ്ടാക്കാം. ഒരേ ഒരു തവണ. ബാക്കിയൊക്കെ അവളുടെ പ്രതികരണം പോലെയിരിക്കും." മഹേഷിൻ്റെ വാക്കുകൾ കേട്ടതും വേദ് അയാൾക്ക് മുന്നിൽ നിറകണ്ണുകളോടെ കൈകൂപ്പി. "ഒരുപാട് നന്ദിയുണ്ട്. ആ ദിവസത്തിന് ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് കൂടിയില്ല." അവൻ പറഞ്ഞതും അയാൾ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നോക്കി. "നാളെ രാവിലെ റെഡിയായി നിൽക്ക്. ഞാനും അവളുടെ അമ്മയും നമ്മുടെ കാറിൽ വന്നോളാം." ആ ദിവസം രാത്രി ഒരു പോള പോലും കണ്ണടയ്ക്കാതെ വേദ് എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം അവളെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൻ. പിറ്റേ ദിവസം മൂവരും വളരെ സന്തോഷത്തോടെയാണ് ഒരുങ്ങി നിന്നത്. മഹേഷിൻ്റെ കാറിൽ തന്നെ സുരഭി കൂടി കയറി. മഹേഷും ഭാര്യയും വളരെ നിശബ്ദരായി ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. മകളുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ സന്തോഷമൊന്നും അവരിൽ കണ്ടില്ല എങ്കിലും അവൾ മൗനം പാലിച്ചു. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിഷ്ടപ്പെട്ടില്ല എങ്കിൽ ഈ യാത്ര തന്നെ വേണ്ട എന്ന് വെച്ചാലോ? ഏറെ ദൂരം യാത്ര ചെയ്ത് അവർ വലിയ ഒരു ആശ്രമത്തിൻ്റെ മുന്നിലെത്തി. അവൾ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ അവിടെ എത്തിയതും സത്യത്തിൽ ഞെട്ടിപ്പോയി. 2 കാറുകളിൽ നിന്നായി എല്ലാവരും പുറത്തേക്കിറങ്ങി. വേദ് തൻ്റെ മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കാൻ എന്നോണം അജാസിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. "നീ സമാധാനമായിരിക്കെ. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല." അവിടെ സന്ദർശകർക്കുള്ള കസേരകളിലായി എല്ലാവരും ഇരുന്നു. മഹേഷ് എഴുന്നേറ്റ് പോയി അവിടുത്തെ പ്രധാന വൈദ്യരോട് കുറച്ചു സമയം സംസാരിച്ചു. അതിനുശേഷം അവരുടെ അടുത്തേക്ക് വന്നു. കാഷായം ധരിച്ച ഒരാളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. "വരൂ." അയാളുടെ നിർദ്ദേശം കിട്ടിയപ്പോൾ എല്ലാവരും പിന്നാലെ നടന്നു. ഒരു മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അതിനകത്ത് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവളെ കണ്ട് എല്ലാവരും ഞെട്ടി. വാതിൽ തുറന്നതും അവർ അകത്തേക്ക് കയറിയതും ഒന്നും അറിയാതെ അവൾ പുറത്തേതോ ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാനാകാതെ വേദ് നിന്നപ്പോൾ അജാസ് അവനെ തോളോട് ചേർത്ത് അമർത്തി പിടിച്ചിരുന്നു. "ഭവ്യ." കാഷായം ധരിച്ച ആ ആൾ വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി.
അവളുടെ മുഖം ശാന്തമായിരുന്നു. കുട്ടിക്ക് ഇവരാരെങ്കിലും അറിയാമോ എന്ന് നോക്കൂ. അവൾ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല എന്ന് കണ്ടപ്പോൾ വേദ തകർന്നു പോയി. അവളുടെ ഈ അവസ്ഥയ്ക്ക് താനാണ് കാരണമെന്ന് കൂടി ഓർത്തപ്പോൾ അവൻ ദുഃഖിക്കാൻ തുടങ്ങി. ഇനിയും ഒരു നിമിഷമെങ്കിലും അവിടെ നിന്നാൽ താൻ പൊട്ടിക്കരഞ്ഞേക്കുമെന്ന് അവന് തോന്നി. അപ്പോഴേക്കും അവൾ പഴയ സ്ഥാനത്ത് തന്നെ ചെന്ന് അതുപോലെ ഇരുന്നിരുന്നു. ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇടയ്ക്ക് വല്ലാതെ വയലൻ്റ് ആകുമായിരുന്നു. അയാൾ പറഞ്ഞതും വേദ് കുറ്റബോധത്തോടെ തല താഴ്ത്തി. ആ മുറി അടച്ചതിന് ശേഷം അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ വൈദ്യർ വേദിനെ കാണണമെന്ന് പറഞ്ഞു. വേദിൽ നിന്നും അവളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയായിരുന്നു വൈദ്യർ. ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ നിന്നും അനുഭവിച്ച വേദന കൂടി അതിന് കാരണമായിട്ടുണ്ട് എന്ന്. വൈദ്യർ പറഞ്ഞതും അവൻ തന്നെ 2 കണ്ണുകളും അമർത്തി തുടച്ചു. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഈ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം. അവൾക്ക് ആവശ്യമുള്ള ചികിത്സ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. മുറിവേറ്റ മനസ്സിന് പൂർവ്വസ്ഥിതിയിലെത്താൻ സമയം ആവശ്യമാണ്. നിങ്ങളിൽ നിന്നും ഏറ്റ മുറിവിന് മരുന്നാകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാകാതെ വേദ അയാളെ നോക്കി. നിങ്ങളുടെ സാന്നിധ്യം ചിലപ്പോൾ ആ കുട്ടിക്ക് മാറ്റമുണ്ടാക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആ കുട്ടിയോടൊപ്പം ഇവിടെ നിൽക്കാമോ? ആ ചോദ്യം കേട്ടതും സന്തോഷത്തോടെ ഇരുന്ന അവൻ്റെ മുഖം വിടർന്നു. അവൾക്ക് വേണ്ടി എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിൽക്കാൻ അവൻ തയ്യാറായിരുന്നുവെങ്കിലും അവളുടെ അച്ഛൻ സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ അവന് സംശയമുണ്ടായിരുന്നു. അതേ സംശയത്തോടെ തന്നെ അവൻ വൈദ്യരെ നോക്കി. അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഇത്രനാൾ എന്നെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കരുതണ്ട. താൻ അവരുടെ മകളെ ഗർഭിണിയാക്കി വഞ്ചിച്ചു എന്ന രീതിയിലാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ താൻ ഒരിക്കലും അവളുടെ മുന്നിലേക്ക് വരാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അവളോട് സ്നേഹമുള്ള ഏതൊരു മാതാപിതാക്കളും അങ്ങനെയല്ലേ ചെയ്യൂ? വേദ് നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. തൻ്റെ ഭാഗത്ത് ഒത്തിരി ന്യായങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ തെറ്റുകളാണ് എന്നവന് തോന്നി. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അവൾക്ക് വേണ്ടി എത്ര നാൾ നിൽക്കാനും ഞാൻ തയ്യാറാണ്. അവളെ എനിക്ക് പഴയതുപോലെ കാണണം. കൈകൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞതും അയാൾ അവൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോയി. മഹേഷിനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയായിരുന്നു. അവളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്നും അവൻ്റെ സാന്നിധ്യം അവളെ പെട്ടെന്ന് പഴയതുപോലെ ആക്കുമെന്നും എല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടി വന്നു അയാൾ ഒന്ന് സമ്മതിക്കാൻ. നിനക്കാവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം ഞാൻ എത്തിക്കാം. തൽക്കാലം ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ ഗൗതം ഉണ്ടല്ലോ. നിന്റെ സൈൻ അത്യാവശ്യമായി വന്നാൽ ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. വേദിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അജാസ് പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് തൻ്റെ പ്രിയപ്പെട്ടവൾ മാത്രമായിരുന്നു. അജാസും സുരഭിയും ആദ്യം ഇറങ്ങി. അവരുടെ തൊട്ടു പിന്നാലെ തന്നെ മഹേഷും ഭാര്യയും യാത്രയായി. ആശ്രമത്തിലുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് അവൻ അവളുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മുൻപിലിരിക്കുന്ന നോട്ട്ബുക്കിൽ പെൻസിൽ കൊണ്ട് എന്തൊക്കെയോ കുത്തിവരയ്ക്കുകയാണ് അവൾ. അത്രത്തോളം വ്യക്തതയും ഭംഗിയും ഒന്നുമില്ല എങ്കിലും അതൊരു ചെറിയ കുട്ടിയുടെ ചിത്രമാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അരികിൽ ചെന്ന് നിന്നപ്പോൾ അവൾ കൗതുകത്തോടെ അവനെ നോക്കി. ഇതാരെയാണ് വരയ്ക്കുന്നത്? അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ വരയ്ക്കുന്നത് ഒരു കുഞ്ഞിനെയാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതോടെ അവൻ്റെ മുഖം വാടിപ്പോയി. തൻ്റെ കുഞ്ഞ്. അവൻ്റെ ഓർമ്മയിലൂടെ പലതും കടന്നുപോയി. ഗായത്രിയുടെ ഉള്ളിലുണ്ടായിരുന്ന പിഞ്ചു ജീവനെ നശിപ്പിക്കാൻ താൻ കൂട്ടുനിന്നത് കൊണ്ടാകും ദൈവം തൻ്റെ കുഞ്ഞിനെയും തിരികെ എടുത്തത് എന്ന് അവന് തോന്നി. എന്നെ അറിയാമോ? അവൻ ആർദ്രമായി ചോദിച്ചു. അവൾ അല്പസമയം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൾ അറിയില്ല എന്ന ഭാവത്തിൽ തലയാട്ടി. പിന്നെ വീണ്ടും തൻ്റെ ചിത്രത്തിലേക്ക് തിരിഞ്ഞു. എൻ്റെ പേര് വേദ എന്നാണ്. എന്നെ ഇഷ്ടമായോ?
ചെറിയ കുട്ടികളോട് ചോദിക്കുന്നത് പോലെ അവൻ ചോദിച്ചതും അവൾ തലകുലുക്കിക്കൊണ്ട് അതെ എന്ന് പറഞ്ഞു. എങ്കിൽ എന്നെ ഇവിടെ താമസിപ്പിക്കാമോ? എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. അവൻ പറഞ്ഞത് അവൾ അല്പസമയം ആലോചിച്ചു. പിന്നെ ഒന്ന് തലയാട്ടി. അവൾ തൻ്റെ ചിത്രം വരച്ച് പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവൻ തിരികെ വൈദ്യരുടെ അടുത്തേക്ക് പോയി. അവളുടെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കിക്കൊണ്ടിരുന്നത്? അച്ഛനും അമ്മയും ഉണ്ടായിരുന്നിട്ടും അവൾ അനാഥയെപ്പോലെ ഇത്രയും നാൾ ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന അറിവിൽ അവനല്പം വിഷമമുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനാലാണ് അവർ ഒപ്പം നിൽക്കാത്തത്. പകരം കാശ് കൊടുത്ത് ഒരാളെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഏർപ്പാടാക്കിയിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളുള്ളതുകൊണ്ട് വേറെ ആരും വേണമെന്നില്ല. അയാൾ പറഞ്ഞത് അവൻ സംശയത്തോടെ നോക്കി. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്നവരല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ അവളുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ പ്രശ്നമില്ല. അതുമാത്രമല്ല, നിങ്ങളുമായി അടുത്തിടപഴകുമ്പോൾ അവൾക്ക് പല കാര്യങ്ങളും ഓർമ്മ വരാൻ സാധ്യതയുമുണ്ട്. തിരികെ മുറിയിൽ ചെല്ലുമ്പോൾ അവൾ ആ ചിത്രത്തിൻ്റെ പുറത്തുകൂടി തലവെച്ച് കിടന്നുറക്കമായിരുന്നു. അവൻ മെല്ലെ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. പിന്നെ ഉറക്കം വരാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൾക്ക് എതിർവശത്തേക്ക് കിടന്നുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണുകൾ അടച്ചു. മാസങ്ങൾക്ക് ശേഷം അവനൊന്ന് ശാന്തമായി ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. തിരികെ എത്തിയ സുരഭിയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞെട്ടലോടെ ഇരിക്കുകയായിരുന്നു അശ്വതി. അവളുടെ ദേഷ്യം അവളുടെ മുഖത്തിൽ നിന്നും തന്നെ വ്യക്തമായിരുന്നു. നീ ഇതൊക്കെ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അവളുടെ വാക്കുകൾ കേട്ടതും സുരഭി ഒരു പുച്ഛത്തോടെ അവളെ നോക്കി. അതെന്താ നീ സമ്മതിക്കാത്തത്? നിനക്കറിയില്ലേ എന്താ കാരണമെന്ന്? അയാളെപ്പോലെ ഒരു ആഭാസനായ ഒരുത്തനിൽ നിന്നും അവൾ രക്ഷപ്പെട്ടത് വളരെ നന്നായി എന്ന് കരുതിയാൽ പോരെ? വീണ്ടും അവളെ അയാളുടെ ജീവിതത്തിലേക്ക് വഴിച്ചിഴക്കണോ? അശ്വതി ഉച്ചത്തിൽ പറഞ്ഞതും സുരഭി അവളെ രൂക്ഷമായി നോക്കി. സാറിൻ്റെ നിരപരാധിത്യം നമ്മൾ തിരിച്ചറിഞ്ഞതല്ലേ? അവളുമായി ചേർന്നതിന് ശേഷം സാർ മറ്റൊരാളെയും ഒപ്പം കൂട്ടിയിട്ടില്ല. പിന്നെ എന്തിന് നമ്മൾ അവരെ തമ്മിൽ പിരിക്കണം? നിനക്ക് പോലും കുറ്റബോധമുണ്ട് എന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞില്ലേ? സുരഭി ദേഷ്യത്തോടെ ചോദിച്ചു. അന്ന് ചെയ്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. അത് അവളെ നമുക്ക് പോലും കാണാനാകാത്തത് കൊണ്ടാണ്. അല്ലാതെ അവളെയും അയാളെയും തമ്മിൽ ചേർത്ത് വെക്കണമെന്ന് എനിക്കിപ്പോഴും ആഗ്രഹമില്ല. അശ്വതി ഉറപ്പോടെ പറഞ്ഞതും സുരഭി അവൾക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾ പെണ്ണുപിടിയനും ആഭാസനുമായിക്കോട്ടെ, അതിൽ അവൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്ക്? ഇപ്പോൾ അവളുടെ മാതാപിതാക്കളും സാറിനോട് ക്ഷമിച്ചു. എന്നിട്ടും നിനക്ക് മാത്രം ക്ഷമിക്കാൻ എന്താണിത്ര ബുദ്ധിമുട്ട്? സുരഭിയുടെ രൂക്ഷമായ നോട്ടത്തിനു മുന്നിൽ അശ്വതി പതറുക തന്നെ ചെയ്തു. തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്ന് അല്ലേ? സുരഭിയുടെ വാക്കുകൾ കേട്ടതും അശ്വതി ഒരു ഞെട്ടലോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ തുറിക്കുകയും നെറ്റിയിൽ വിയർപ്പ് പൊടിയുകയും ചെയ്തു. നീ എന്തൊക്കെ അസംബന്ധമാണ് ഈ പറയുന്നത്? അയാളെപ്പോലെ ഒരു ആഭാസനെ എനിക്കെന്തിനാണ്? ദേഷ്യത്തോടെ അശ്വതി ചോദിച്ചതും സുരഭി ഒന്ന് ചിരിക്കുകയല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവിടുത്തെ ബഹളം കേട്ട് അഞ്ജനയും അങ്ങോട്ട് വന്നിരുന്നു. അയാളെപ്പോലെ ഒരു ആഭാസനെ നിനക്ക് വേണ്ട, പക്ഷെ അവളെ നിനക്ക് വേണമായിരുന്നു. നീ കൂടുതലൊന്നും ഒളിക്കേണ്ട അശ്വതി. നിന്റെ ഫോൺ ഞാൻ കണ്ടിരുന്നു. മറുപടി പറയാനാകാതെ അശ്വതി തറഞ്ഞു നിന്നപ്പോൾ സുരഭി മുന്നോട്ട് നടന്നു. പെട്ടെന്ന് തിരിച്ച് അവളുടെ അരികിലേക്ക് തന്നെ വരികയും ചെയ്തു. അന്ന് ഇവിടെ നടന്ന ചീപ്പ് നാടകത്തിൽ നിന്റെ റോൾ എന്താണ്? അശ്വതിയുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാവുന്ന ശബ്ദത്തിലായി. അഞ്ജനയും അശ്വതിയുടെ മറുപടിക്കായി കാതോർത്തു. സുരഭിയുടെ ചോദ്യം കേട്ട് തൻ്റെ മുഖത്ത് വന്ന പതർച്ച മറച്ചു വയ്ക്കാൻ അശ്വതി ഒരുപാട് കഷ്ടപ്പെട്ടു. എങ്കിലും ഒത്തിരി നാളായി അവളെ കാണുന്നതിനാൽ തന്നെ സുരഭിക്ക് അവളുടെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലായി. നീ ഓരോ കഥകൾ സ്വയം പറഞ്ഞുണ്ടാക്കിയാൽ മതിയോ? ഇതൊക്കെ ഞാൻ സമ്മതിച്ചു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒറ്റൊരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം അശ്വതി വീറോടെ ചോദിച്ചു. നിന്റെ മൊബൈലിൽ നിന്നും വ്യക്തമായ തെളിവുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഗായത്രി വന്ന ദിവസം ഭവ്യ ഫ്ലാറ്റിലേക്ക് വരുന്നു എന്ന് നീയാണ് ഗായത്രിയെ അറിയിച്ചത്. അത് കേട്ട് അശ്വതിക്കൊപ്പം അഞ്ജനയും ഞെട്ടി. ഞാൻ അത് അവളെ രക്ഷിക്കാൻ വേണ്ടി
അയാളുടെ സ്വഭാവം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. നീ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാ? അശ്വതി അസ്വസ്ഥതയോടെ പറയുമ്പോൾ സുരഭി ചിരിച്ചു. ആദ്യം മുതലേ നിനക്ക് അവളോട് ഒരു വല്ലാത്ത അടുപ്പമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന നിനക്ക് എൻ്റെ ചോദ്യത്തിനെ നേരിടാൻ ഭയമുണ്ടോ? സുരഭി അത് പറഞ്ഞപ്പോൾ അഞ്ജനയും അത് ഓർത്തെടുത്തു. അതിന് എനിക്ക് പ്രേമമാണെന്നാണോ? നിനക്കൊരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒന്ന്, അത് മറ്റൊരാൾക്ക് സ്വന്തമാകുമ്പോൾ തോന്നുന്ന ഫ്രസ്ട്രേഷനാണ് നിനക്ക്. സുരഭി പറഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോൾ അഞ്ജനയുടെ മുഖത്ത് ഞെട്ടലാണ്. അശ്വതി ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് അവളുടെ മുഖത്ത് നിന്ന് വ്യക്തം. നീ സമ്മതിക്കേണ്ട, വേദ് സാറ് മാത്രമേ ഇവിടെ ഇല്ലാത്തതുള്ളൂ. ബാക്കി 3 പേരുമുണ്ട്. ഈ തെളിവുകൾ ഞാൻ അവരെ ഏൽപ്പിക്കാം. പറഞ്ഞുകൊണ്ട് സുരഭി മുന്നോട്ട് നടന്നതും അശ്വതി അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. അപ്പോൾ അശ്വതിയുടെ മുഖത്ത് വിരിഞ്ഞ ഭാവം പേടിയും ടെൻഷനും ദുഃഖവും എല്ലാം കൂടി കലർന്നതായിരുന്നു. പറയല്ലേ, നീ പറഞ്ഞതിൽ പകുതിയോളം സത്യം തന്നെയാണ്. പക്ഷെ ഭവ്യയെ ദ്രോഹിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അശ്വതി വേദനയോടെ പറഞ്ഞപ്പോൾ സുരഭി അവളുടെ കൈ തട്ടി മാറ്റി. നീ ചെയ്ത പ്രവൃത്തിയുടെ കൂടി ഫലമാണ് അവളിപ്പോൾ ആ അവസ്ഥയിൽ കഴിയുന്നത്. അവളുടെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. മാനസിക നില തകരാറിലായി. അശ്വതിയോട് ക്ഷമിക്കാൻ സുരഭിക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തതിൽ ഇവൾക്കും പങ്കുണ്ട്. ഗായത്രിയും അയാളും തമ്മിൽ അപ്പോഴും ബന്ധമുണ്ട് എന്നാണ് എന്നോട് ഗായത്രി പറഞ്ഞത്. അതവളെ ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ കരുതി. അതിനാണ് ഞാൻ കൂട്ടുനിന്നത്. പറയുമ്പോൾ അശ്വതി മുഖം കുനിച്ച് തന്നെ പിടിച്ചിരുന്നു. അവൾ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ചില്ല എങ്കിലും സുരഭി പിന്നെ ഒന്നും സംസാരിക്കാതെ തൻ്റെ മുറിയിലേക്ക് പോയി. വേദ നൽകിയ കഞ്ഞി മെല്ലെ കുടിക്കുകയായിരുന്നു ഭവ്യ. ഇടയ്ക്ക് അവൾ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവൻ നിർബന്ധിച്ചപ്പോൾ വീണ്ടും വാ തുറന്നു കൊടുത്തു. പഴയ കാര്യങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അതവളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും കൃത്യമായി അവൾ കാണുക തന്നെ ചെയ്തു. എന്തിനാ കരയുന്നത്? നിഷ്കളങ്കമായ അവളുടെ ചോദ്യത്തിനു മുന്നിൽ ഇല്ല എന്ന് തലയാട്ടിക്കൊണ്ട് അവൻ അവളുടെ വായും മുഖവും കഴുകിപ്പിച്ചു. എന്തിനാ ഭവി നീ അഭിനയിക്കുന്നത്? എന്തിനാ എല്ലാവരിൽ നിന്നും ഒളിച്ചോടുന്നത്? അവൻ്റെ ചോദ്യം അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നു. അതിൻ്റെ ഫലമായി എത്ര തടയാൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുക തന്നെ ചെയ്തു. അവൻ്റെ മുന്നിൽ അത്രത്തോളം സ്വാഭാവികമായി അഭിനയിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മുഖം അവൻ കാണാതെ അവൾ തിരിഞ്ഞിരുന്നു കളഞ്ഞു. പറയൂ ഭവി, എന്തിനാണ് നീ അഭിനയിക്കുന്നത്? തെറ്റുകളെല്ലാം എൻ്റേതായിരുന്നു. എന്നിട്ടും നിരപരാധിയായ നീ ഇവിടെ ഒരു അനാഥയെപ്പോലെ. അവൻ സംസാരിക്കുമ്പോഴും അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ആശ്രമത്തിലേക്ക് വന്ന് 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ സാധാരണ അവസ്ഥയിലേക്ക് തിരികെ വന്നിരുന്നു. എന്നാൽ പിന്നീട് ആരെയും കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആ അവസ്ഥ തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല. ഗായത്രി കരുതിക്കൂട്ടി എന്നെ കുരുക്കിലാക്കിയതാണ്. അവളുടെ വഞ്ചന തിരിച്ചറിയാതെ ഒരു തവണ ഞാൻ പെട്ടുപോയി. അവൾക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവളുമായി യാതൊരു അടുപ്പവും എനിക്കില്ലായിരുന്നു. അത്രയൊക്കെ പറഞ്ഞിട്ടും അവളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഗായത്രിയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് അത് എൻ്റേതല്ല. അപ്പോൾ അവളുടെ കൈകൾ അറിയാതെ തന്നെ അവളുടെ വയറ്റിലേക്ക് പോയി. അത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. എല്ലാം തെറ്റിദ്ധാരണയായിരുന്നു. നിന്റെ മനസ്സിൽ അത് വളർത്താൻ അവൾക്ക് വളരെ വേഗം കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കുമോ നീ? അവളുടെ 2 കൈകളും കവർന്നുകൊണ്ട് അവൻ ദയനീയമായി ചോദിച്ചു. അവനിൽ നിന്നും മുഖം മാറ്റി തിരിഞ്ഞു നിൽക്കുകയാണ് അവൾ ചെയ്തത്. എൻ്റെ ഒപ്പം വരാമോ? തൻ്റെ ചോദ്യം കേട്ടിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അത് തൻ്റെ പഴയ ഭവ്യ അല്ല എന്ന് അവന് തോന്നി. അജാസിനൊപ്പം ഇരിക്കുകയായിരുന്നു സുരഭി. ഭവ്യയെ കണ്ട് വന്നതിന് ശേഷം സുരഭി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അത് മനസ്സിലാക്കി അവൻ അവളെ മെല്ലെ തലോടി സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അശ്വതിയുടെ കാര്യം അവനോട് തുറന്നു പറയണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു അവൾ. അവളോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാം ഒളിച്ചു വെച്ചത്. എന്നാൽ ആശ്രമത്തിൽ ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കണ്ടപ്പോഴാണ് അശ്വതിയുടെ ക്രൂരത ശരിക്കും തിരിച്ചറിഞ്ഞത്.
ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റാരോടും പറയില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാമോ? അവളുടെ ചോദ്യം കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. ശേഷം മെല്ലെ തലയാട്ടി. അന്ന് ഗായത്രി ഫ്ലാറ്റിലേക്ക് വന്ന ദിവസം അവൾക്ക് സഹായം ചെയ്തത് അശ്വതിയായിരുന്നു. സുരഭിയുടെ വെളിപ്പെടുത്തൽ കേട്ട് അജാസിൻ്റെ കൈകൾ ഒരു നിമിഷം നിശ്ചലമായി. നീ ഇത് എങ്ങനെ അറിഞ്ഞു? അല്പം ഗൗരവത്തോടെയായിരുന്നു അവൻ്റെ ചോദ്യം. അശ്വതി കാണിക്കുന്ന കർക്കശമെല്ലാം തന്നെ സുഹൃത്തുക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നായിരുന്നു അവൻ്റെ ധാരണ. ഇത്രയും വലിയൊരു ചതി ചെയ്യാനുള്ള മനസ്സ് അവൾക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പോലും ഞെട്ടിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവളുടെ മൊബൈൽ ഞാൻ എടുത്തിരുന്നു, ഒരു കോൾ ചെയ്യാൻ വേണ്ടി. അവൾ തന്നെയാണ് അത് ലോക്ക് മാറ്റി എനിക്ക് തന്നത്. അന്നാണ് അവളുടെ ഫോണിലുണ്ടായിരുന്ന ഗായത്രിയുടെ നമ്പർ ഞാൻ കാണുന്നത്. ഗായത്രിയെ സഹായിക്കാനും മാത്രം അടുപ്പം അവർ തമ്മിലില്ല എന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനായിരിക്കും അശ്വതി ഇങ്ങനെ ഒരു ചതി ചെയ്തത്? അവൾക്ക് ഭവ്യയോട് താല്പര്യം തോന്നിയിരുന്നു. പക്ഷെ ഭവ്യ സാറിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട എന്ന് കരുതി കാണും. പക്ഷെ എന്നോട് പറഞ്ഞത് സാറിൻ്റെ മോശം സ്വഭാവത്തിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയതാണ് എന്നാണ്. ഗായത്രി എന്തൊക്കെയോ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു എന്നും. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു.